കല്യാണം കഴിഞ്ഞ വീട്ടിലല്ല ആദ്യത്തെ പൊങ്കാല ഇടുന്നത്. കല്യാണം കഴിഞ്ഞ വീടെന്ന് ഉദ്ദേശിച്ച ആറ്റുകാലമ്മയുടെ ഭർത്താവിൻ്റെ വീടാണോ അതോ എൻ്റെ ഭർത്താവിൻ്റെ വീടാണോ? പൗർണമി തിങ്കൾ എന്ന സീരിയലിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നായികയാണ് സീരിയൽ താരം ഗൗരി കൃഷ്ണൻ. ഒരു വർഷം മുൻപാണ് ഗൗരിയും സംവിധായകൻ മനോജ് പേയാടും വിവാഹിതരായത്. താരം സോഷ്യൽ മീഡിയയിലും ആക്റ്റീവാണ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് ഗൗരി. ഇപ്പോൾ വിവാഹശേഷം സീരിയലിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയാണ് താരം. PSC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലും മറ്റുമാണ് താരം. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമെല്ലാം പഠനത്തിനിടെ സമയം കണ്ടെത്തി വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട്. അടുത്തിടെ ഗൗരിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചൽ വിശേഷങ്ങളും പങ്കുവച്ചിരുന്നു. തനിക്കും ഭർത്താവിനുമായി മറ്റൊരു വീട് കൂടി പണി കഴിപ്പിക്കുന്ന തിരക്കിലുമാണ് ഗൗരി. അതേസമയം ഗൗരിയും ഇത്തവണ ആറ്റുകാൽ പൊങ്കാല ഭക്തിസാന്ദ്രമായി ഇട്ടിരുന്നു. പക്ഷേ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയല്ല ഗൗരി പൊങ്കാല ഇട്ടത്. പുതിയ വീടിന്റെ മുറ്റത്താണ്. അമ്മയും മറ്റു ബന്ധുക്കളും ഗൗരിക്കൊപ്പം പൊങ്കാല ഇട്ടിരുന്നു. ആറ്റുകാൽ പൊങ്കാല ഇട്ടതിന്റെ വീഡിയോ പകർത്തി ഗൗരി യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു. അതിനിടയിൽ വന്ന ചില കമന്റുകൾക്ക് ഗൗരി നൽകിയ കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. പൊങ്കാല ചടങ്ങുകൾക്കിടയിൽ ഗൗരിയുടെ അമ്മ ചെരുപ്പ് ധരിച്ചിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചും കുറ്റപ്പെടുത്തിയും മറ്റുമാണ് കമന്റുകൾ ഏറെയും വന്നത്. അത്തരത്തിൽ വന്ന എല്ലാ കമന്റുകൾക്കുമുള്ള മറുപടിയാണ് ഗൗരി പുതിയ വീഡിയോയിലൂടെ നൽകിയിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞു ചെന്ന് കയറിയ വീട്ടിലല്ലേ ആദ്യത്തെ പൊങ്കാല ഇടേണ്ടതെന്ന് കമന്റ് കണ്ടിരുന്നു. കല്യാണം കഴിഞ്ഞതെന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആറ്റുകാലമ്മയുടെ ഭർത്താവിന്റെ വീടാണോ അതോ എന്റെ ഭർത്താവിന്റെ വീടാണോ? കല്യാണം കഴിഞ്ഞ വീട്ടിലാണ് പൊങ്കാല ഇടേണ്ടതെങ്കിൽ നമ്മൾ മധുരയിൽ പോയി പൊങ്കാല ഇടണം. ആറ്റുകാലമ്മയുടെ ഭർത്താവ് മധുരയിലല്ലേ, ഇനി അവിടെ പോയിടണോ? കല്യാണം കഴിഞ്ഞ വീട്ടിൽ പൊങ്കാല ഇടണം എന്നൊക്കെ ആരാണ് പറഞ്ഞത്? നിങ്ങൾക്ക് ഈ ആചാരം ആരാണ് പറഞ്ഞു തന്നതെന്ന് ഒന്ന് പറഞ്ഞാൽ സന്തോഷമായേനെ. അപ്പോൾ ഈ വഴിയിൽ പൊങ്കാലയിടുന്ന ആളുകൾ എന്താണ്, ശശികളാണോ? നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. മാറി ചിന്തിക്കേണ്ട സമയമായി. മനസ്സ് നന്നായിരുന്നാൽ ഇതൊന്നും വിഷയമല്ല. നമ്മുടെ ഏതവസ്ഥയിലും ഭഗവാൻ പ്രാർത്ഥന കേൾക്കും എന്നതാണ് എൻ്റെ ഭക്തി. നല്ല മനസ്സോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ആറ്റുകാൽ പൊങ്കാല എന്നതുകൊണ്ട് എന്താണ് ആളുകൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ പൂർണ്ണ മനസ്സോടെ ദേവിക്ക് നേദ്യം സമർപ്പിക്കുക എന്നതാണ്. അവിടെ ഒരു നിബന്ധനയോ കണ്ടീഷൻസോ ഞാൻ വെച്ചിട്ടല്ല പൊങ്കാല സമർപ്പിക്കുന്നത്. ചെരുപ്പിട്ടതുകൊണ്ട് എൻ്റെ അമ്മയെ ഭഗവതി അടിച്ചിറക്കില്ല. നമ്മുടെ മനസ്സിന്റെ ശുദ്ധി അത് മാത്രമാണ് വേണ്ടത്. കുളിക്കാതെ പൊങ്കാല ഇട്ടാലും ദേവി അനുഗ്രഹിക്കും. തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ടെന്നല്ലേ വിശ്വസിക്കപ്പെടുന്നത്. എൻ്റെ വിശ്വാസവും അതുതന്നെയാണ്. ഒരുപാട് സന്തോഷത്തോടെയും നിറഞ്ഞ മനസ്സോടെയുമാണ് ഞങ്ങൾ ഇപ്രാവശ്യം പൊങ്കാല ഇട്ടത്. അത് ദേവി സ്വീകരിച്ചുവെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നോൺ വെജ് കഴിച്ചിട്ടും അമ്പലത്തിൽ കയറിയിട്ടുണ്ട്. അതുപോലെ പീരിയഡ്സിന്റെ സമയത്തും നാമം ചൊല്ലാറുണ്ട്. മനുഷ്യരുടെ വൃത്തികെട്ട ചിന്താഗതികൾ വെച്ച് ഭഗവാനെ വിലയിരുത്താതിരിക്കുക. ആരെയും വേദനിപ്പിക്കണമെന്ന് കരുതി പറഞ്ഞതല്ല. വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. കാരണം എന്നെ വേദനിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയേണ്ടി വന്നത് എന്നാണ് ഗൗരി തന്നെയും കുടുംബത്തെയും വിമർശിച്ചവർക്കുള്ള മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞത്. എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളുമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ദൈവങ്ങളാകില്ലേ? ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സ്വന്തം ജീവിതം തുറന്നു കാട്ടുമ്പോൾ സ്വാഭാവികമായും നല്ല കമന്റും മോശം കമന്റും വരും. അതിൽ ആവശ്യമുള്ളത് സ്വീകരിച്ച് ബാക്കി തള്ളിക്കളയുക. നെഗറ്റീവ് കമന്റ് ഒട്ടും സഹിക്കാൻ പറ്റാത്തവർ ഈ പണിക്ക് നിൽക്കരുത്. അല്ലെങ്കിൽ പിന്നെ കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചാൽ പോരെ. എന്ത് വളരെ മനോഹരമായി വ്യക്തമായി പറഞ്ഞു. പറഞ്ഞത് ശരിയാണ് എല്ലാം. മനുഷ്യൻ പരസ്പരം റെസ്പെക്ട് ചെയ്ത് ജീവിക്കുക തുടങ്ങി ധാരാളം പ്രതികരണങ്ങളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട്.